റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഏകദേശം ചർച്ചകൾ പൂർത്തിയാകുമ്പോഴേക്കും അവശേഷിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്നതും കരിങ്കടൽ വെടിനിർത്തലിന്റെ കാര്യമാണ്. ഇതിനുവേണ്ടിയുള്ള ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ കാര്യമായി പുരോഗമിക്കുകയാണെന്നാണ് ചർച്ചാ സംഘത്തിലെ അമേരിക്കൻ പ്രതിനിധി സംഘം വെളിപ്പെടുത്തുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് കൂടുതലും സാങ്കേതിക ചർച്ചകൾ എന്നറിയപ്പെടുന്നവ. വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ സീനിയർ ഡയറക്ടർ ആൻഡ്രൂ പിക്കും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മൈക്കൽ ആന്റണുമാണ് അമേരിക്കയുടെ പക്ഷത്തെ പ്രധാനമായിട്ടും നയിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളും. കരിങ്കടലിൽ സമുദ്ര വെടിനിർത്തൽ കൈവരിക്കുക, അതുവഴി സ്വതന്ത്രമായ ഷിപ്പിംഗ് സാധ്യമാക്കുക എന്നിങ്ങനെയാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൗസും പറയുന്നുണ്ട്. അമേരിക്ക, റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ റിയാദിലെ ഒരു കേന്ദ്രത്തിൽ ഒത്തുകൂടിയതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് CBSന്റെ ഫേസ് ദി നേഷൻ എന്ന പരിപാടിയിൽ പറഞ്ഞിരുന്നു. കരിങ്കടൽ വെടിനിർത്തലിനപ്പുറമായി ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള നിയന്ത്രണ രേഖയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ഏറ്റെടുത്ത യുക്രൈനിയൻ കുട്ടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള നടപടികളും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഫെഡറേഷൻ കൗൺസിലിന്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായ മുൻ നയതന്ത്രജ്ഞൻ ഗ്രിഗറി കരസിൻ, ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഡയറക്ടറുടെ ഉപദേഷ്ടാവ് സെർജി ബെസൈഡൈ എന്നിവരാണ് റഷ്യൻ സംഘത്തെ കൂടുതലും പ്രതിനിധീകരിക്കുന്നത്. അമേരിക്ക യുക്രൈൻ ചർച്ചകളിൽ ഊർജ്ജ സൗകര്യങ്ങളും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രിയും യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ റസ്റ്റം ഉമേറോവ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. 2024 റഷ്യൻ സൈന്യം നേട്ടങ്ങൾ കൈവരിച്ചതിനു ശേഷം പിന്നീട് ട്രംപ് യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ നയം മാറ്റുകയായിരുന്നു. മാത്രമല്ല, റഷ്യയുമായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുകയും യുക്രൈനിലുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്റെ അയൽരാജ്യങ്ങളെ ആക്രമിക്കുമെന്ന അമേരിക്കയുടെയും നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിലുള്ള ആശങ്കകളെ പുടിനെ കണ്ട അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിസാരവൽക്കുകയായിരുന്നു ശരിക്കും ചെയ്തിരുന്നത്. യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായി തനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണിതെന്നും പുടിൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് കുറെ നാളുകളായി വാഗ്ദാനവും ചെയ്തിരുന്നു. പക്ഷെ പുടിനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം യൂറോപ്യൻ സഖ്യകക്ഷികളെ യഥാർത്ഥത്തിൽ അസ്വസ്ഥരാക്കുകയാണ്. 80 വർഷത്തിനു ശേഷം റഷ്യൻ വികസനവാദത്തിൽ നിന്ന് യൂറോപ്പിനെ സംരക്ഷിക്കുകയെന്ന അമേരിക്കയുടെ വിദേശ നയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്ന ഭയമാണ് കൂടുതലും അവർക്കിടയിൽ നിലനിൽക്കുന്നത്. പക്ഷേ സംഘർഷത്തിൽ പാശ്ചാത്യ ശക്തികൾ സ്വീകരിച്ച സമീപനത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് റഷ്യ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് പിന്നിലെ കാരണം എന്നത് സമാധാനം തേടുന്നതിന് പകരം അവർ അശ്രദ്ധമായ സൈനികവൽക്കരണത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും യൂറോപ്പിനെ ശക്തമായി തന്നെ കുറ്റപ്പെടുത്തി. ഒരു റഷ്യൻ അഭിമുഖത്തിൽ വെച്ച് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് പകരമായി പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈൻ പ്രദേശത്ത് നാറ്റോ സംഘങ്ങളെ വിന്യസിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്ന് പെസ്കോവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. യൂറോപ്പിന്റെ വ്യക്തിപരമായ സൈനിക നയത്തെ വിവരിക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അവരെ മനസ്സിലാക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ പണം നൽകണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയതോടെ യൂറോപ്യൻ യൂണിയൻ പ്രതിസന്ധിയിലായെന്ന കാര്യവും ക്രെംലിൻ വക്താവ് അഭിപ്രായപ്പെടുകയുണ്ടായി. ഒരു പുതിയ നേതാവ് എത്തിയതോടെ യൂറോപ്പ് അവരുടെ കംഫർട്ട് സോൺ വിടാൻ നിർബന്ധിതരായിരിക്കുകയാണ് ശരിക്കും. അതിനായി അവർ ആക്രമണാത്മകവും സൈനികവുമായ മാർഗമാണ് കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ യൂറോപ്പിനായി ഒരു ആണവ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ അപകടകരവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നാൽ അതിനുശേഷം പാശ്ചാത്യ സമാധാന സേനാംഗങ്ങളെ യുക്രൈനിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞതിന് പിന്നാലെ കൂടിയാണ് പെസ്കോവിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അയൽ രാജ്യത്ത് നാറ്റോ സൈനികർ എന്ത് വേഷത്തിലെത്തിയാലും അതൊന്നും റഷ്യയ്ക്ക് ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ് റഷ്യ ഈ ആശയത്തെ നിരസിക്കുകയാണ് കൂടുതലും ചെയ്തത്.